ഇത് പിണറായി സർക്കാരിൻ്റെ താഴോട്ടുള്ള പതനത്തിൻ്റെ ആരംഭമായിരിക്കും നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. അവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങുന്ന ഇലക്ഷനായിരിക്കും. നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ ആര്യാടൻ ഷൗക്കത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MLA ആയിരിക്കും. എഴുതി വെച്ചു. ചില ഭീഷണിയൊക്കെ അൻവറിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അല്ല, നിങ്ങൾ ഇതുവരെ ചോദിച്ചത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇലക്ഷൻ്റെ. ഇന്നലെയാണ് ഇലക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു. എനിക്ക് ഇന്ന് ഉച്ചക്ക് ഏകദേശം 2:30 മണിക്കാണ് KPCC പ്രസിഡൻറ്റിൻ്റെ കത്ത് കിട്ടിയത്. 5:30 മണിക്ക് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. നിങ്ങൾ മറ്റു പാർട്ടികളോടും കൂടെ ഒന്ന് ചോദിക്കുക. ഞങ്ങളെ പിന്നാലെ ആയിരുന്നല്ലോ ഇപ്പോൾ എല്ലാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇത് 2026 ഒരു സെമി ഫൈനൽ ഇലക്ഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നിലമ്പൂരിൽ, നിയമസഭാ ഇലക്ഷൻ്റെ. ആ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ സജ്ജമായിട്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ DCC പ്രസിഡന്റ് തന്നെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വന്ന് ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, വലിയ ഭൂരിപക്ഷത്തോടെ നമ്മൾ വിജയിക്കും. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ സർക്കാർ മാറാൻ. പറഞ്ഞിരുന്നു അൻവർ കൂടെയുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ അതിൽ മാറ്റമൊന്നുമില്ല. അല്ല, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈൻ എന്താണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും നല്ല രീതിയിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോകുമെന്ന് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ കേരളത്തിലെ UDF കമ്മിറ്റികളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള കാര്യമല്ല. അവിടെയാണ് സംസാരിക്കുക.